ഇപ്പോൾ നമുക്കൊപ്പം അതുല്യയുടെ അമ്മ തുളസി ഭായി ചേരുകയാണ്. ആ, അമ്മേ, കഴിഞ്ഞ ദിവസം അതുല്യയുടെ പിറന്നാളായിരുന്നുവെന്ന് പറയുന്നത് കേട്ടിരുന്നു. ആ ദിവസമാണോ അമ്മയോട് അവസാനം അതുല്യ ഫോൺ വിളിച്ച് സംസാരിച്ചത്? ആയിരുന്നു. അന്ന് സന്തോഷത്തിലായിരുന്നോ? പിറന്നാൾ ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ അനിയത്തിയുടെ കൂടെയൊക്കെ കഴിച്ച് സന്തോഷത്തിലായിരുന്നോ അതുല്യ? ആ, പിറ പിറന്നാള് പിറ്റേന്നാ, ശനിയാഴ്ചയാ. അതിന്റെ തലേന്നാ പോയത്. അന്ന് സന്തോഷത്തെ സ്നേഹത്തെ ഫോൺ വിളിക്കുകയും ഒരു ഭയങ്കര അനിയത്തിയും ചേട്ടത്തിയുടെ ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു. ഇളയ മോള് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ പഴുത്ത മാങ്ങായും ഒക്കെ ചെത്തി കൊടുത്ത്, അങ്ങനെ ഭയങ്കര തമാശയും പറഞ്ഞ് എന്നെ വീഡിയോ കോള് വിളിച്ച്. അങ്ങനെ ഞാനും അവളെ തമാശയൊക്കെ പറഞ്ഞ്, നമ്മളറിയുന്നില്ലല്ലോ നമ്മുടെ കുഞ്ഞ് പിറ്റേന്ന് പാനിരിക്കുകയെന്ന്. നമ്മളോടും വലിയ സ്നേഹത്തിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവള് സംസാരിച്ചില്ല. അതുല്യ അഖിലയുമായിട്ട് പിന്നീട്, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ രാത്രിയാണല്ലോ അതുല്യയുടെ വീട്ടിൽ നിന്ന് അഖിലയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച വെള്ളിയാഴ്ച രാത്രിയാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സതീഷ് കുടിച്ചു വന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ കുടിച്ചു കഴിയുമ്പോഴാണോ പ്രശ്നം? സതീഷ് ഇങ്ങനെ സ്ഥിരമായിട്ട് മകളോട് മോശമായിട്ട് പെരുമാറുന്നത്, ഉപദ്രവിക്കുന്നതൊക്കെ? അവൻ കുടിക്കുമ്പം മാത്രമല്ല, അവന് ദേഷ്യം, അങ്ങനെ ഭയങ്കര ദേഷ്യം. അവന് ഒരു സൈക്കോടെ കണക്കാ. അവന് കുടിക്കുമ്പം മാത്രമല്ല, അവനെ തൊട്ട കൈക്ക് ഉപദ്രവിക്കുകയും ചെയ്യും. അതുല്യ എപ്പോഴെങ്കിലും ഈ വിവാഹമോചനം വേണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇനി പറ്റില്ല, ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല, അങ്ങനെ ആ രീതിയിൽ പറഞ്ഞിരുന്നോ? ആ, വിവാഹമോ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കോടതിയിൽ. എൻ്റെ പൊടിമോടെ 1.5 വയസ്സിൽ ഇതേപോലെ കേസ് ഞങ്ങൾ കൊടുത്തേ, ബന്ധം ഒഴിയാനായിട്ട്. അങ്ങനെ രണ്ട് വക്കീലന്മാരുണ്ടായിരുന്നു, ഒന്ന് ചവറയിലും ഒന്ന് ഇവിടെ മൈനാപ്പള്ളിയിലുള്ള നല്ല പ്രഗത്ഭര് വക്കീലായിരുന്നു. അതെൻ്റെ മൂത്ത ചേട്ടത്തിയുടെ മരുമ എസ്.ഐ. ആ കക്ഷി പരിചയപ്പെടുത്തി തന്നെയായിരുന്നു. അങ്ങനെ കേസ് കൊടുക്കാൻ പറഞ്ഞ്, അങ്ങനെ കേസ് കോടതി ബന്ധം ഒഴിയാനായിട്ട് കൊടുത്തതാ. ബന്ധം ഒഴിയാനായിട്ട് കേസ് കൊടുത്താൽ നമുക്ക് വേണ്ട ഇനി എന്നുള്ള വെച്ച്. കാരണം 17 വയസ്സിൽ നിശ്ചയം നടത്തിയ കുഞ്ഞ് 19 വയസ്സ് തികയട്ടെന്ന് പറഞ്ഞ് കല്യാണം നടത്തി. അങ്ങനെ അവൾ ഡിഗ്രിക്ക് പഠിക്കുകയും ചെയ്തു. 19 കല്യാണം കഴിച്ച് 17 വയസ്സിൽ നിശ്ചയം നടത്തിയെങ്കിലും അന്ന് തൊട്ടേ നിശ്ചയം കഴിഞ്ഞെങ്കിലും അവൻ വീഡിയോ കോളിലും ഫോണിലും വിളിച്ച് കുഞ്ഞിനെ അങ്ങ് ആഹാരം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അവൻ ഫോൺ വിളിക്കുമ്പം എടുത്തില്ലെങ്കിൽ വഴക്ക്. പിന്നെ അവള് ബാത്റൂമിൽ പോകാനൊക്കത്തില്ല. ഫോൺ വിളിച്ച എന്തെങ്കിലും കാര്യം പറഞ്ഞ അവള് കരഞ്ഞു കരഞ്ഞ് ആഹാരം കഴിക്കാതെ പല ദിവസങ്ങളിലും വൈകിട്ട് ഉച്ചയ്ക്ക് കഴിക്കേണ്ടുന്ന ഭക്ഷണം രാത്രി കഴിക്കും. അവൻ ഫോൺ വെക്കത്തില്ല. കുറ്റപ്പെടുത്തി ഒരു വാക്ക് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ട് അങ്ങിരിക്കാൻ റിപ്പീറ്റ് അടിച്ച്. അങ്ങനെയൊക്കെ മാനസികമായിട്ട് നിശ്ചയം കഴിഞ്ഞപ്പോഴേ ഈ വേണ്ടാന്ന് വെച്ചതായി ബന്ധം. അന്നേരം അവരുടെ അമ്മ വരും, പറയും നമ്മുടെ കിണറ്റിൽ ചാടിച്ചാകും ബന്ധം വേണ്ടാന്ന് വെച്ചാ. അങ്ങനെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തി അവരുടെ അമ്മയും വന്ന് ഭീഷണിപ്പെടുത്തുമായിരുന്നു, ഈ ബന്ധം അതുല്യ വേണ്ടാന്ന് വെക്കുന്നു പറയുമ്പോ. അതുല്യക്ക് 19 വയസ്സുള്ളപ്പോഴാണല്ലേ വിവാഹം നടന്നത്? 19 വയസ്സുള്ളപ്പോഴാ. 17 നിശ്ചയം നടത്തി. പിന്നെ 2 വർഷം വയസ്സ് തികയട്ടെന്നും പറഞ്ഞ് 2 വർഷം അവള് പഠിച്ച്, ഡിഗ്രിക്ക് പഠിച്ച്. ഇത്രയും അങ്ങനെ നേരത്തെയൊക്കെ ആ അവരന്ന് കുഞ്ഞിനെ കല്യാണം ഗൾഫിലായിരുന്നു. കഴിപ്പിക്കണമായിരുന്നോ അമ്മ? പിന്നെ 2 അവള് വർഷം പഠിച്ച് കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടട്ടെ എന്ന് കരുതിയിരുന്നെങ്കിൽ, കാരണം അവൾക്ക് ആ കല്യാണം ഫ്ലാറ്റിൽ ഒറ്റപ്പെട്ടു കല്യാണം പോകുന്നു, അതൊക്കെയാണ്. കഴിപ്പിക്കാന് കല്യാണം കഴിക്കാൻ നമ്മൾ ഈ ബന്ധം എടുക്കുന്നില്ല, അതിന് വയസ്സ് തികഞ്ഞില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞത്. അന്നേരം അവര് പറഞ്ഞ് 2 വർഷം ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഈ പെങ്കൊച്ചിനെ അവർക്ക് വേണമെന്ന്. അങ്ങനെ അവര് കടിച്ചു പിടിച്ചു കിടന്നതാ. ഞങ്ങൾ വയസ്സ് തികഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ, 2 വർഷത്തേക്കൊരു മോതിരം ഇട്ട് വെച്ചേരെ, അവന് കൊച്ചിനെ വേണമെന്നും പറഞ്ഞ്. ഇത് എങ്ങനെയാ, ബ്രോക്കർ വഴി അങ്ങനെ വന്ന ആലോചനയാണോ? ഈ കുടുംബത്തെ നിങ്ങൾക്ക് നേരിട്ടേ അറിയാമോ, ഈ സതീഷിനെയൊക്കെ? ആ, ഇവരുടെ അമ്മൂമ്മ വീട് എൻ്റെ വീട് തെക്കുംഭാഗത്താ. ഇവരുടെ അമ്മൂമ്മ വീടും എൻ്റെ വീടിന്റെ അടുത്താ. തൊട്ടടുത്ത് 5-6 വീടിനടുത്താ. അപ്പൊ അവർക്കെല്ലാം അറിയാം, നമ്മുടെ വീട്ടിലെ എല്ലാവരെയും അറിയാം, നമുക്കും അറിയാം. ഈ അപ്പൊ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന കാര്യമൊക്കെ അങ്ങനെ വന്ന് പറഞ്ഞപ്പോ, ആലോചിച്ചതാ അവര്. ഈ എൻ്റെ കുഞ്ഞിനെ മോളെ ഉപദ്രവിക്കുന്ന കണ്ട
അല്ല, ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ടു, കാത്തിരുന്നു, കല്യാണം കഴിച്ചു, അതെല്ലാം ശരിയാണ്. പക്ഷേ ഈ മോശമായിട്ടാണ് പെരുമാറുന്നത് കല്യാണത്തിന് മുമ്പ് തന്നെ എന്നുള്ളത് സതീഷിന്റെ അമ്മയെ അറിയിച്ചിരുന്നില്ലേ? പിന്നെ അറിയിച്ച് അങ്ങനെ ഒരു വഴക്കടിക്കുമ്പോൾ മോൻ തള്ളയെ ഫോൺ വിളിക്കും. അങ്ങനെ തള്ളയായിട്ട് നാട്ടിലുണ്ടേ തള്ളയായിട്ട് വരും ലീവിന് വരുമ്പം. എന്നിട്ട് കോംപ്രമൈസ് ആക്കാൻ വരും. എന്നിട്ട് കാല് പിടിച്ച് കരഞ്ഞ് ഇനി ഒരു കുഴപ്പവും വരത്തില്ലെന്നും പറഞ്ഞ് പലവട്ടം അങ്ങനെ കോംപ്രമൈസ് ആക്കി വിടും. പിന്നെയും അവന്റെ ഗതി അതാ. അങ്ങനെ എന്നിട്ടും പിന്നെ ഇവൻ കല്യാണം കഴിഞ്ഞ് നിശ്ചയം കഴിഞ്ഞ് വേണ്ടാന്ന് വെക്കാൻ ഇവൻ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു ലീവിന് വരുമ്പോ ഇവിടെ. അപ്പോഴൊക്കെ വന്ന കുറച്ചു നേരം വന്നിരിക്കും. അപ്പം നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു നാണക്കേട്. ഇങ്ങനെ നിശ്ചയം കഴിഞ്ഞ് 2 വർഷം ഇരുത്തിയതില്ലയോ. അപ്പൊ ഇയാള് ലീവിന് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. തങ്ങത്തില്ല, വന്ന് കാണും, പോവും. അപ്പൊ ഈ പരിസരക്കാര് കാണുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങ് 2 വർഷം നിശ്ചയം നടത്തിയ ഒരു കുഞ്ഞിന് ഒരു മിസ്റ്റേക്ക് വരുമ്പം വേണ്ടാന്ന് വെക്കുമ്പം പിന്നെ അതിന്റെ ഭാവി വേറൊരാൾ വന്ന് കിട്ടുവോ? അപ്പൊ അങ്ങനൊക്കെ പേടിച്ചാ പിന്നെ ഇവന്റെ കൂടെ അങ്ങ് അയക്കാമെന്ന് വെച്ചത്. അതിപ്പോ 11 വർഷമായല്ലേ കല്യാണം കഴിഞ്ഞിട്ട്? ആ 11 വർഷമായി. ഈ കുഞ്ഞുകൂടി ആയപ്പോൾ മോളെ കൂടി ഓർത്തിട്ടായിരിക്കും അതുല്യ ഈ ബന്ധം തുടരാമെന്ന് കരുതിയത്. കാരണം ഇത്രയുമൊക്കെ പീഡനം സഹിച്ചൊക്കെ തുടരണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹം അത്രയും കൂടുതലായിരിക്കും. കുഞ്ഞ് നാട്ടിലാണ്, കുഞ്ഞിനോട് കൂടെ വന്ന് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയൊക്കെ കുഞ്ഞിനും അറിയാമായിരിക്കും അല്ലേ? പിന്നെ കുഞ്ഞിനറിയാം അവന്റെ സ്വഭാവം. അതുകൊണ്ട് അവന്റെ കൂടെ പോയാലും അവൻ കുഞ്ഞ് അവിടെ നിൽക്കത്തില്ല. എന്റെ ഇളയ മോടെ അടുത്തായിരുന്നു 2 മാസം ഇപ്പം പോയായിരുന്നു വെക്കേഷന്. വിസ ക്യാൻസൽ ആവാതിരിക്കാൻ കുഞ്ഞിനെ കൊണ്ടുപോയി. 2 വർഷത്തെ വിസ കുഞ്ഞിനും എടുത്തായിരുന്നു, തള്ളയ്ക്ക് എടുത്ത കണക്ക്. അത് ക്യാൻസൽ ആവുമെന്നും പറഞ്ഞ് കുഞ്ഞിന് 2 മാസം വെക്കേഷൻ ആവുന്നതിന് 1 മാസത്തിന് മുമ്പേ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ അവിടെ 3 ദിവസം ചെന്ന് നിന്നുള്ളു. അപ്പം തന്തയുടെ രീതി കണ്ട് അവിടെ നിൽക്കാൻ വയ്യാന്നും പറഞ്ഞ് കരഞ്ഞ്. അങ്ങനെ അനിയത്തിയുടെ എന്റെ ഇളയ മോടെ വീട്ടിലായിരുന്നു പെരുന്നടം വരാതെ നിന്ന്. ഈ അഖില താമസിക്കുന്നത് അടുത്താണോ? അതുല്യ താമസിക്കുന്ന ഫ്ലാറ്റിന് അടുത്താണോ? അല്ല, അന്ന് അവര് താമസിക്കുന്ന ദുബായിലും ഇവര് ഷാർജയിലുവാ. 2000 രൂപ ടാക്സിക്കാന്നേ വേണം വരുന്നതിന്. നമ്മുടെ ഇവിടുത്തെ 2000. അപ്പൊ അത്രയും ദൂരമുണ്ട്. ഇപ്പൊ എന്നുവെച്ചാല് 1 മാസമായി ഷാർജ ഇവര് വേറെ റൂം എടുത്ത്. അപ്പൊ ഇളയ മോടെ വീടിന്റെ തൊട്ടടുത്തല്ല, ഇച്ചിരി ദൂരമാ, എങ്കിലും നടന്നു വരാമെന്ന് പറഞ്ഞു. അഖില അഖിലയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. ഈ കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച, അഖിലയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് ഇവർ താമസിക്കുന്ന റൂമിലേക്ക് വന്നതിന് ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഈ സതീഷിന് കുറെ കൂട്ടുകാരൊക്കെ ഉണ്ടോ? കാരണം ഈ അതുല്യ മരിച്ച ദിവസം അന്ന് കൂട്ടുകാർക്കൊപ്പം അജ്മാനിലേക്ക് പോയി എന്നാണ് നമ്മൾ കേട്ടത്. കൂട്ടുകാര് സൈറ്റ് ജോലി ചെയ്യുന്ന ഇവരുടെ സൈറ്റ് എഞ്ചിനീയർ അവന്റെ സഹപ്രവർത്തകർ കാണുമായിരിക്കും. അവരെയൊക്കെ കൂട്ടി വീട്ടിലൊക്കെ വരാറുണ്ടോ? ഇല്ല, വീട്ടിൽ വരത്തില്ല. കാരണം അവന് സംശയരോഗം. ആര് വന്നാലും അടുത്ത ഫ്ലാറ്റുകാരെ പോലും അവന് സംശയ. സത്യത്തിൽ അവിടെ ഫ്ലാറ്റിൽ ജീവിക്കുന്നവര് തുറന്നിട്ടല്ലോ, കഥയൊന്നും തുറന്നിടത്തില്ലല്ലോ, എപ്പോഴും അടച്ചല്ലേ ഇടത്തുള്ളൂ. അങ്ങനെ പോലും അവന് സംശയ. വീടൊക്കെ, അതായത് ഈ അതിന് റൂമൊക്കെ പുറത്തു കഥവും നിന്ന് പൂട്ടിക്കൊണ്ട് താക്കോല് പൂട്ടിക്കൊണ്ടാ പോന്നെ. അതും കേട്ടിരുന്നു, പുറത്തുനിന്ന് പൂട്ടിയിട്ട് അകത്ത് അടച്ചിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നതെന്ന്. അപ്പോൾ അവൻ അതുല്യ അമ്മ, ഈ ജോലിയുടെ കാര്യം, അവൻ പുതിയൊരു ജോലി കിട്ടിയിരുന്നു അല്ലേ മോൾക്ക്? ആ ജോലിക്ക് പോകുന്നത് സതീഷിന് അപ്പോൾ ഇഷ്ടമായിരുന്നോ? കാരണം ഇത്രയൊക്കെ പൂട്ടിയിടുന്ന ഒരാൾ ഒരു ജോലിക്കൊക്കെ വിടുമോ? ജോലിക്ക് ഇത്രയും വർഷവും ജോലിക്ക് അവൻ വിടാതിരുന്ന അവന് ഇഷ്ടമല്ല ജോലിക്ക് പോകുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മോക്ക് പലവട്ടവും പലയിടത്തുനിന്നും ജോലിക്ക് വന്ന് അവൾ ഒരു ദിവസമൊക്കെ 1-2 ദിവസം 2-3 സ്ഥാപനത്തിൽ പോയതാ. അന്നേരമല്ല അവൻ പോകണ്ടെന്നും പറഞ്ഞ് പിടിച്ചു നിർത്തുക. അപ്പം പിന്നെ അവള് പിറ്റേന്ന് ജോലിക്ക് പോകുമെന്നും പറഞ്ഞ് അവൻ ജോലിക്ക് പോകാതെ ലീവ് എടുക്കും. അവള് പോകുമെന്നും ചൊല്ലി അങ്ങനെ 3 സ്ഥാപനത്തിൽ പോയതായിരുന്നു. ഈ പുതിയതായിട്ട് കിട്ടിയ ജോലിക്ക് പോകുന്നതിന് സതീഷിന് സമ്മതമായിരുന്നോ? സമ്മതം. ഇവര് 2 പേരും കൂടെ ആയിരുന്നു ഇന്റർവ്യൂവിന് പോയത്. അപ്പൊ ഇവക്ക് ഒരു ജോലി വേണം, സ്വന്തം കാലേ നിക്കണം എന്ന് കണക്കാക്കി. അതുകൊണ്ടല്ലേ ഗൾഫിൽ പോയി നിന്നത് തന്നെ.
അല്ലേ അവന്റെ ഈ സ്വഭാവത്തിന് അവൾ അവിടെ നിക്കത്തില്ല. അപ്പം ജോലി വേണോന്ന് കണക്കാക്കിയ അവിടെ നിന്നത് തന്നെ. അപ്പം ജോലി കിട്ടിയപ്പോൾ ഇയാൾ ഇന്റർവ്യൂവിന് പോയി. അന്നേരം പോയി നോക്കെന്നൊക്കെ പറഞ്ഞു. പോയി നോക്കിയ ഒരു ദിവസം പിറ്റേന്ന് പോകാനായിട്ടിരുന്നതായിരുന്നു. പുതിയ ജോലിക്ക് കയറാനിരിക്കുകയായിരുന്നു അല്ലേ? പോയിട്ടില്ല. പോയി നോക്കാന്ന് പറഞ്ഞെങ്കിലും ചിലപ്പം ഇഷ്ടമാ. ആ ഈ മരിക്കുന്നതിന്റെ പിറ്റേന്ന് അറിഞ്ഞ ദിവസം അവള് ജോലിക്ക് കയറായിരുന്നതാ. അങ്ങനെ അത്രയും ഒരു പ്രതീക്ഷിച്ച ഒരു ജോലിക്ക് പോകാനുള്ള എല്ലാ സാഹചര്യമൊക്കെ ഒരുങ്ങിയിരിക്കുമ്പോൾ അതുല്യ ആത്മഹത്യ ചെയ്യുമോ അമ്മ? അതാണൊരു സംശയം ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്. ഒരിക്കലും ആത്മഹത്യ എന്റെ മോള് ചെയ്യത്തില്ല. കാരണം അവിടെ ബർത്ത്ഡേയുടെ സ്റ്റാറ്റസ് അന്ന് രാത്രി 12:30 എങ്ങാണ്ട് സന്തോഷത്തോടെ ഇട്ട കുഞ്ഞാ. അപ്പൊ ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്യോ? ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അതുല്യ അവസാനത്തെ സന്ദേശം വന്ന സമയം എപ്പോഴാണ്? അതായത് ഈ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടതിന് ശേഷമല്ലേ ഈ വീഡിയോസ് ഒക്കെ അയച്ചത്? 2:30 പറയുന്ന എല്ലാവരും. ഞാൻ കണ്ടില്ല. ശനിയാഴ്ച ഇന്നലെ പുലർച്ചെ അല്ലേ? 2:30. ഈ സതീഷ് അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച രാത്രി വന്ന് ഈ അതുല്യയുമായിട്ട് ഈ ജോലി സംബന്ധിച്ചൊക്കെയുള്ള തർക്കത്തിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യതയും ഇല്ലേ? കാരണം പിറ്റേ ദിവസം ജോലിക്ക് കയറാനിരിക്കുകയാണ്. മദ്യപിച്ച് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ആ കൂടെ ഇന്റർവ്യൂവിനൊക്കെ കൊണ്ടുപോയെങ്കിലും ഇനി ജോലിക്ക് പോകണ്ട എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞൊരു തർക്കത്തിലേക്ക് പോയതായിരിക്കുമോ? എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? അതായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ ഡാൻസ് ബാറിൽ പോവുകയൊക്കെ ചെയ്തെന്നൊക്കെ അവൾ അറിഞ്ഞല്ലോ. അതിനെ ചൊല്ലി വല്ലതും വഴക്കടിച്ച് കാണുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെ വല്ലതും ഉപദ്രവിച്ചതായിരിക്കും. ഈ ബർത്ത്ഡേയുടെ അന്ന്, അതായത് അഖിലയുടെ കൂടെ എവിടെയെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച പോയിരുന്നോ? ഇല്ല, അഖിലയുടെ കൂടെ അങ്ങനെ പോകത്തില്ല. ഇളയ മരുമോനുണ്ടായോണ്ട് അങ്ങനെ അവള് പോകത്തില്ല അവിടെ. പിന്നെ ഈ യൂണിഫോം മേടിക്കാൻ വേണ്ടി എന്റെ കുഞ്ഞവിടെ അന്ന് പോയത്. ജോലിക്ക് കയറാനുള്ള യൂണിഫോം. യൂണിഫോം പ്രൊമോട്ടറായിട്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇളയ മോൾ അങ്ങനെ പോയതായിരുന്നു ആ ജോലിക്ക്. അവള് 2 മാസം പോയിട്ട് അങ്ങ് നിന്ന്. വേണ്ട, ഹസ്ബൻഡ് പറഞ്ഞ ആ ജോലിക്ക് പോകണ്ട. അയാള് ബാങ്ക് ഉദ്യോഗസ്ഥനാ. അപ്പൊ അയാൾക്കൊരു കുറച്ചിലുകൊണ്ട് വേണ്ട ആ ജോലിക്ക് പോകണ്ട. അപ്പൊ അതിന്റെ ഡ്രസ്സ് ഇരുന്ന്. അപ്പൊ ഇവക്ക് ഈ ജോലിക്ക് ആ ഡ്രസ്സ് വേണം. അപ്പൊ അതിന് 10,000 രൂപ വിലയായിരിക്കുമായിരിക്കും. അന്നേരം പറഞ്ഞ് ഇവള് അനിയത്തി കൊടുക്കാവെന്ന് പറഞ്ഞു. അത് മേടിക്കാനായിട്ട് അവിടെ അനിയത്തിയോട് അങ്ങ് പോയെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്യുമോ? ഇപ്പോൾ എന്തായാലും അമ്മ കേസ് കൊടുത്തതിൽ ഇപ്പോൾ ചവറ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തെക്കുംഭാഗം പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ടല്ലോ. ഈ നമ്മുടെ കയ്യിൽ ഈ ദൃശ്യങ്ങളും എല്ലാം ഇരിക്കുകയാണല്ലോ. സതീഷിന്റെ മാതാപിതാക്കൾ ശാസ്താംകോട്ടയിലല്ലേ ഇപ്പോൾ താമസിക്കുന്നത്? അവരാരെങ്കിലും വിളിച്ചോ? അവരുടെ ചേട്ടന്റെ ഭാര്യയുടെ അമ്മയും കൂടി ഇന്നലെ ഒന്ന് വന്നായിരുന്നു. ഇതറിയാൻ പറഞ്ഞു വിട്ടതായിരിക്കും. അച്ഛനും അമ്മയും ഒന്നും വിളിച്ചില്ല അല്ലേ? അച്ഛൻ മരിച്ചുപോയി. അമ്മയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തിൽ എന്തായാലും കേസ് നൽകിയിട്ടുണ്ടല്ലോ. മകൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അമ്മയും നേരത്തെ അച്ഛൻ സംസാരിക്കുമ്പോൾ അച്ഛനും ഒക്കെ ഉറച്ചു പറയുന്നുണ്ടായിരുന്നു. പോലീസ് അന്വേഷിക്കട്ടെ, ഇക്കാര്യത്തിൽ നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം കേട്ടോ. അതുല്യയുടെ അമ്മ തുളസി ഭായിയാണ് നമ്മളോട് സംസാരിച്ചത്. ഷാർജയിൽ അതുല്യയ്ക്ക് എന്താണ് സംഭവിച്ചത് അതാണ് അറിയേണ്ടത്. ആത്മഹത്യ ചെയ്യില്ല എന്ന കുടുംബം ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ പിന്നെ വെള്ളിയാഴ്ച രാത്രിയിൽ പിറ്റേ ദിവസം പിറന്നാൾ ആഘോഷിക്കാനിരിക്കുന്ന തലേന്ന് അനിയത്തിക്കൊപ്പം പോയി സന്തോഷത്തോടെ ബിരിയാണി കഴിച്ച അതുല്യയ്ക്ക് സംഭവിച്ചത് എന്താണ് അതറിയാം.